ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കാശ്മീരിൽ പഹൽഗാമിൽ മരിച്ചിട്ടുള്ള 27 സഹോദരങ്ങൾക്ക് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വളരെ ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയി. ഈ ചൊവ്വാഴ്ച, അതായത് ഈ 22-ാം തീയതി ഏപ്രിൽ 22 നടന്ന സംഭവം ഭയങ്കര അധികം ഷോക്കിംഗ് ആയി. ഒരു കൂട്ടുകാരി എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ കാശ്മീരിൽ കഴിഞ്ഞ മാസം പോയി വന്നിട്ടുള്ളൂ, ഈ പറഞ്ഞ പഹൽഗാമിൽ പോയി വന്നിട്ടേ ഉള്ളൂ, അവിടുത്തെ നല്ല അന്തരീക്ഷമാണ്, അവിടുത്തെ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, നല്ല അടിപൊളി സ്ഥലമാണ്, പോകേണ്ട സ്ഥലമാണ്, അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾക്ക് അപ്പം പോകാൻ പറ്റി, വലിയ ഭാഗ്യമായി. പക്ഷേ ഇപ്പോൾ ആ പുള്ളിക്കാരി ഭയങ്കര എന്തോ ഒരു ഇത് പറയുകയാണ്, ഇപ്പോഴാണ് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നിങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ റിയലൈസ് ചെയ്തിട്ടുണ്ട് മനസ്സിൽ. കാരണം ഇങ്ങനെ ആർക്കായാലും ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, കാരണം പോയ ആൾക്കാർക്ക്. കാരണം ഇങ്ങനത്തെ സംഭവം നടന്നത് അറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, മുമ്പ് അവർ പോയിട്ടുണ്ടാവും. ആ ഭാഗ്യം, നമ്മൾ ആദ്യം പോയി കണ്ടു, കാരണം അങ്ങനെയൊക്കെ ഒരു സംഭവം ഇപ്പം നടന്നു, ഇപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ ഈ സമയത്ത് പോയില്ല എന്നൊക്കെ ഒരു തോട്ടാരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി. കാരണം 27 സഹോദരന്മാർ അല്ലേ, 27-29 സഹോദരന്മാർ മരിച്ചു ഇതിൽ. അതും നമ്മുടെ ഹിന്ദു സഹോദരന്മാർ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? സത്യത്തിൽ നടന്ന തീവ്രവാദ ആക്രമണം, തീവ്രവാദം എന്ന് പറയാം അല്ലേ, പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം കർശനമായിട്ടുള്ള ഒരുപാട് നടപടികൾ നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ പാകിസ്ഥാനും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അവരും ഒരുപാട് ഈ കഠിനമായിട്ടുള്ള, അവരും നമ്മളെടുത്ത പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അത് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് ആ കാര്യത്തിലൊക്കെ നല്ല അധികം ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങൾ. ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നി, 1-2 വിഷയങ്ങൾ സംസാരിക്കാൻ തോന്നി. അത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ 1-2 വീഡിയോസ് അല്ല കേട്ടോ, പല ആൾക്കാരുടെ വീഡിയോസും കണ്ടു. അതിലിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഹിന്ദു മുസ്ലിം ഇങ്ങനെ വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർ തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ അടി കടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ കളിച്ച ആൾക്കാരാണ് ഈ തീവ്രവാദികളൊന്ന്. പിന്നെ അതിനായിട്ട് നമ്മളെ ഈ ഇന്ത്യ തന്നെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് വളരെയധികം ദോഷം ചെയ്യും. എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ ഈ അറ്റാക്കിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? 2 കൂട്ടരെയും തമ്മിൽ അടുപ്പിക്കുക എന്ന സംഭവമാണ്. എന്നിട്ട് നമ്മളെ രാജ്യം അങ്ങോട്ട് അടിച്ച് വേർപിരിയുക. അതായത് ഇവിടെ യുദ്ധവും, അതായത് കൊലവിളിയും ചോരക്കളിയായിട്ട് നശിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുക? പാകിസ്ഥാനികൾക്ക് തന്നെ നേട്ടം ഉണ്ടാവുക, ആ തീവ്രവാദികൾക്ക് തന്നെ നേട്ടം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് നമ്മുടെ രാജ്യങ്ങൾ കയ്യിലെടുക്കാം. ഇതാണ് മെയിൻ ഉദ്ദേശം. അതിന് അവരെന്ത് ചെയ്തു? ഒരു തിരിയൻ കൊളുത്തി. അതിന് കുറച്ച് ആൾക്കാർ അവർ ബലിയാടാക്കി തന്നെ പറയും. അതിനുള്ള ഇത് അവരെന്നെ ഒരുക്കി. അവർ എന്ത് ചെയ്തു? മതം ചോദിച്ചുകൊണ്ട് ഓരോരുത്തരെ വീട്ടിൽ വെച്ച് കൊന്നു. അതുപോലെ ഡ്രസ്സ് ഊരി നോക്കിയെന്ന് പറയുന്നു, പിന്നെ കലിമ ചൊല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആൾക്കാരുടെ സ്റ്റാറ്റസ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, അവരുടെ ഒരു ആൾക്കാർ ഷെയർ ചെയ്ത കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, മതം പറഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാർ, മതത്തിൻ്റെ പേര് സംസാരിക്കുന്ന ആൾക്കാർ എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നവർ? മുസ്ലിംസ് മൊത്തം തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കുകയാണ്, അല്ലെങ്കിൽ ഹിന്ദുസ് മൊത്തം എങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയാണ്. ഇങ്ങനെ എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മളൊക്കെ സഹോദരന്മാരാണ്. ഈ ഇന്ത്യ രാജ്യത്തിന് പ്രത്യേകം പറയണം, നമ്മൾ രാജ്യം സെക്യുലർ കൺട്രിയാണ്. ഇവിടെ യാതൊരു ഒരു ഞാൻ വെള്ളം കുറച്ച് വീക്കാണ് പറയാൻ, ഒരുവിധ വിഭജനം ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, നാട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിൽ തല്ലല്ല വേണ്ടത്, അല്ലെങ്കിൽ തമ്മിൽ കുത്തുവാക്ക് പറയല്ല വേണ്ടി, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക വേണ്ടത്. പല ആൾക്കാരും സ്റ്റാറ്റസ് കണ്ടു, മരിച്ചതൊക്കെ ഹിന്ദുസാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് സ്റ്റാറ്റസ്. എന്താ പറയുക, അങ്ങനെ എന്തിനാ അതിൻ്റെ ഒരു വിഭജനത്തിൻ്റെ ആവശ്യം? എന്താ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളെ ഇടയിൽ ഒരു അടി ഉണ്ടാക്കുക, നമ്മളെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന സംഭവമാണ്. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ സ്റ്റാറ്റസ് കണ്ടു,
യു പിയിൽ മാംസം കഴിച്ചതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെ തല്ലിക്കൊന്നു. അതുപോലെ കാശ്മീരാണെങ്കിൽ മതം ചോദിച്ചിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പോസ്റ്റുകൾ, ഇങ്ങനെയൊക്കെ ഓരോ പോസ്റ്റുകളാണ് ഇപ്പം ഞാൻ കാണുന്നത് മൊത്തം. ഇങ്ങനെ ഒരു പോസ്റ്റുകളൊക്കെ പറക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നടന്ന് നമ്മുടെ സഹോദരന്മാർക്കാണ് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. എന്തിനാണ് രണ്ട് കാറ്റഗറിയാക്കി എടുക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. മേജർ രവി അങ്ങേര് പറഞ്ഞുള്ളൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു ഇവിടെ സത്യത്തിൽ നടന്നത് എന്താണ്, ഇവരുടെ ഉദ്ദേശം തന്നെ എന്താണ്, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കണം എന്ന് ഒറ്റ ഉദ്ദേശമാണ്. അതിന് വേണ്ടി ചെയ്ത പ്ലാനിങ് ആണ്. പുള്ളി വീഡിയോ കണ്ടിട്ടുണ്ട് ഈ സംഭവം. കാണാത്തവർ ആ വീഡിയോ എടുത്ത് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാം. ഒക്കെ പോട്ടെ, മലയാളി കുടുംബമായിട്ടുള്ള ഒരാളും അയാളുടെ മകളും മക്കളും എല്ലാവരും കൂടെ പകൽഗ്രാമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു. അയാളുടെ പേര് രാമചന്ദ്രൻ എന്നാണ്, കൊച്ചി സ്വദേശിയാണ്. അയാളുടെ മകള് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു ചാനലിലേക്ക്. ആ വീഡിയോന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആ ഹിൽറ്റണിൽ അവര് നമുക്ക് ലോബിയിൽ ഇരുത്തി. പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു. പല കോൾസും കാര്യങ്ങളും, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ്, അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം പിന്നെ അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് അതിന് പേയ്മെന്റോ ഒന്നുമില്ല. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവര് രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും, രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കാശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഞാൻ ഈ വ്യക്തിയുടെ മകളാണ്, ഈ രാമചന്ദ്രൻ എന്നൊരാളുടെ മകളാണ്. ഈ കാശ്മീരിൽ മരണപ്പെട്ട ഒരാളാണ്. 21 ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. ഇദ്ദേഹത്തിനെ വെടിവെച്ചാണ് കൊന്നത്. അപ്പം ഇയാളെടുത്ത് ഇവർ ഒറ്റൊരു ചോദ്യം, അത് കഴിഞ്ഞ് വെടിവെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മകള് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷെ മക്കള് വ്യക്തിയുടെ ഈ പറഞ്ഞ ആളുടെ പേര് ആരതി എന്നാണ്. ഇയാളുടെ മക്കൾ പറഞ്ഞു അമ്മ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ കൊടുത്തിട്ട് അവിടുന്ന് പെട്ടെന്ന് പോയി എന്നാണ് പറഞ്ഞത്. പിന്നെയും പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തൻ്റെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും, അതായത് ഒറ്റക്കെട്ടായി നിൽക്കാനും ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ചെയ്ത 2 സഹോദരന്മാരെ എടുത്ത് പറയുന്നുണ്ട്. കാശ്മീരിലുള്ള ആൾക്കാർ, അത് മുസ്ലിം സഹോദരങ്ങളാണ്. എനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയെന്നാണ് ഈ പറയുന്ന ആരതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, നമ്മൾ പറയും മുസ്ലിംസ് എല്ലാവരും തീവ്രവാദികളാണ്, എല്ലാവരും അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു മത സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവമാണ്. ആരത് ചെയ്തത്? നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ ചെയ്തത്, പാകിസ്ഥാനിലാണ് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടുത്തെ തീവ്രവാദികൾ ചെയ്തത് ഇതല്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, നമ്മളിതിനെ പ്രതിരോധിക്കണം. നമ്മൾ പറയാറില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? അതാണ് ഇവിടെ, അതാണ് നമ്മൾ വേണ്ടത്, അതാണ് നമുക്ക് പറയാനുള്ളതും. സോ ആ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ. അതുപോലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, കാറിൽ ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചിട്ട് ആളുകൾ ഇങ്ങനെ പോണത്. കുറേ മുസ്ലിംസ് ആൾക്കാരുണ്ട് അവിടെ. ഓല നോക്കിയിട്ടാണ് ഈ വിളി മൊത്തം. പ്രതിഷേധിക്കുകയാണ്, ഭയങ്കര പ്രതിഷേധമാണ്. എന്തിനതിൻ്റെയൊക്കെ ആവശ്യം? ഇവരാണോ ഇതൊക്കെ ചെയ്തത്? ഇവരല്ല ചെയ്തത്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല ഇത് ചെയ്തത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ മുസ്ലിംസ് ഇങ്ങനെയാണ്, എന്താ പറയുക, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഈ തീവ്രവാദത്തിൻ്റെ ഒരു ആരംഭം തന്നെ ഇതാണ്. ഈ ഇഷ്ടമില്ലാത്ത ഇത് തുടങ്ങുന്ന അവിടെ നിന്നാണ്. ചെറിയ രീതിയിലാണ് ഇതിൽ സ്റ്റാർട്ടിങ് വരിക നമുക്കെല്ലാവർക്കും. ഇവിടുത്തെ വിഷയം തീവ്രവാദമാണ്, അല്ലാതെ നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല ഉള്ളത്.
അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം നമ്മൾ ശക്തിയായിട്ട് പ്രതിരോധിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിംസ് ഹിന്ദുസിനെ പറയുന്നു, ഹിന്ദുസ് മുസ്ലിംസിനെ പറയുന്നു. എന്താ അതിൻ്റെ ആവശ്യം? നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾക്ക് സെൻസ് എടുത്ത് ചിന്തിക്കുക, തലച്ചോടെടുത്ത് ചിന്തിക്കുക. ഓക്കെ. പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം എന്തൊക്കെ നഷ്ടമാണ് ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥലം ഇപ്പം പട്ടാളക്കാരെ അതിർത്തിയിലാണ്. എത്ര ആൾക്കാരെ ജോലി പോയി, എത്ര ആൾക്കാർക്ക് ഇപ്പം ഇതില്ലാതായി, വരുമാനമില്ല. ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരുപാട് പേരുടെ ജീവിതമാർഗം വഴിമുട്ടി എന്ന് പറയും. പിന്നെ വയലൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നേവി ഓഫീസറായിട്ടുള്ള വിനയ്, കംപ്ലീറ്റ് നെയിം എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, ബാക്കി അവരൊന്നും ചെയ്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടില്ല. എത്ര ആൾക്കാർ മരിച്ചു. ഇവരൊക്കെ മരിച്ചത് ഒരു കാരണമില്ലാതെയാണ്, റീസൺസ് ഇല്ലാതെ. ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടു കുറേ ആൾക്കാർ പുറത്തൊക്കെ എടുത്ത് കുട്ടീനെയൊക്കെ പുറത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഓടുന്നുണ്ട്. അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പം നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു അവസ്ഥ മനസ്സിലാക്കണം, ഒരു സിറ്റുവേഷൻ, ആ നാടിൻ്റെ ഒരു അവസ്ഥ. അപ്പം എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനമൊക്കെ മാറ്റിവെച്ച് ഇതിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു വരികയും ഇതിന് വേണ്ടിയിട്ടുള്ള സമ്മേളനം കൂടുകയും കടുത്ത തീരുമാനം എടുക്കുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഭയങ്കര അധികം പോസിറ്റീവായിട്ട് തോന്നിയിട്ടു. കാരണം ഗവൺമെൻറ്റിനോട് എനിക്ക് സപ്പോർട്ട് തോന്നി. കാരണം ഇത്രയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ കാര്യമാണ് ഈ സമയത്ത്. അത് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര നരേന്ദ്രമോദി സർക്കാരിനെ ബഹുമാനിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ടായിട്ടോ. അതായത് ഇന്ത്യനല്ല, പാക് എംബസിയുടെ സ്ഥലത്ത് ഹൈ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഒരുത്തൻ കേക്കൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് മീഡിയക്കാർ കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാ വെച്ചിട്ട്, അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതൊക്കെ വലിയ വിഷയമായിട്ടുണ്ട്. ഓക്കെ. കുറേ ആൾക്കാർ എന്താ പറയുക, അതൊക്കെ ഒരു ആഘോഷമായിട്ട് മാറ്റിയെടുക്കുകയാണ്. മനസ്സിലാക്കുന്നില്ല. മനുഷ്യത്വത്തിൻ്റെ ഒരു അങ്ങേയറ്റം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയത് മതം, തീവ്രവാദം, ഇതൊക്കെ തലക്ക് പിടിച്ച ആൾക്കാരാണ്. മനുഷ്യരെ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ സമൂഹത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്ത് കേസ് എടുത്ത് നോക്കും, മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അവരെന്താണ്, അവർക്ക് അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ഇതിൻ്റെ പേരിലൊക്കെയാണ് ആൾക്കാർ കൊല്ലണതും തല്ലണമൊക്കെ. ഇതൊക്കെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഖുറാനിലോ ബൈബിളിലോ ഗീതയിലോ കൃത്യമായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ മനുഷ്യരെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ മനുഷ്യരെ കാണരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആൾക്കാരുണ്ടാക്കിയെടുക്കുകയാണ് പലതും ഇങ്ങനെ ചിന്തിച്ചിട്ട് ആൾക്കാർക്ക് ഒരു രീതിയിൽ ഒരു കണ്ണ് ചോരയില്ല എന്ന് പറയാം. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഈ കാര്യത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ടൊക്കെ എന്ത് ലാഭമാണ് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത നഷ്ടങ്ങളുണ്ടായി, പല ആൾക്കാർക്കും അപകടം സംഭവിച്ചു, ഒരുപാട് പേര് ഹോസ്പിറ്റലിലാണ്, ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ ബാധിച്ചു. ഒരുപാട് കരാറുകൾ അവർ റദ്ദാക്കി. സിന്ധു നദിയുടെ അത് ഇന്ത്യ റദ്ദാക്കി. കാശ്മീർ ഷിംല അഗ്രിമെൻറ്റ് റദ്ദാക്കി. ഇന്ത്യൻ പൗരന്മാരൊക്കെ കാശ്മീർ വിടണമെന്ന്, പാകിസ്ഥാൻ വിടണമെന്ന് പാകിസ്ഥാൻ ആൾക്കാർ പറഞ്ഞു. അതുപോലെ ഇന്ത്യയിൽ നിൽക്കുന്ന പാകിസ്ഥാനി ആളുകളൊക്കെ ഇന്ത്യ വേണമെന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ ആ ബോർഡർ കണ്ട് ടച്ചു എന്ന് പറയാം. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഒരു ഒറ്റ വിഷയങ്ങളുണ്ടായി. ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്ന കാര്യം അറിഞ്ഞൂടാ. അപ്പം ഇങ്ങനെ ഒരു ടെറർ അറ്റാക്ക് കൊണ്ട് ആർക്കും അവിടെ ലാഭം ഉണ്ടായത്? നോ വൺ എന്ന് പറയാൻ പറ്റും. ആർക്കും ലാഭമില്ല, ആർക്കും ലാഭമില്ല, എല്ലാവർക്കും നഷ്ടം മാത്രമേ ഉള്ളൂ, അല്ലേ? അവസാനത്തെ ഒറ്റ ക്വസ്റ്റ്യനാണ്, ഇങ്ങനൊരു അപകടം ഉണ്ടാക്കിയതുകൊണ്ട്, ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടാക്കിയതുകൊണ്ട് ആർക്കും ഇവിടെ ലാഭം കിട്ടി? പാകിസ്ഥാനാണോ, ഇന്ത്യക്കാണോ? ടെററിസ്റ്റുകൾ എന്ത് ഉദ്ദേശത്തിൽ ചെയ്ത കാര്യമാണെങ്കിലും ആർക്ക് ലാഭം കിട്ടി? ഇവിടെ ആർക്കും ലാഭം കിട്ടിയിട്ടില്ല. പകരം ലോസ് മാത്രമേ ഉള്ളൂ, നഷ്ടം. അതാണ് നമ്മൾ എന്ത് അപകടം അല്ലെങ്കിൽ എന്തൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ, എന്ത് വയലൻസ് ക്രിയേറ്റ് ചെയ്താൽ, എന്ത് ബാഡ് തിങ് ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ ഔട്ട്കം ഒരിക്കലും പ്രോഫിറ്റ് അല്ല, ഒരിക്കലും നല്ലതാവില്ല. ലോസ് മാത്രമായിരിക്കും, എക്സ്ട്രീം ലോസ് ആയിരിക്കും.
ആ സംഭവം നമ്മൾ എന്ന് തിരിച്ചറിയുന്നു, ഈ കാര്യത്തിൽ നല്ല കേട്ടോ, എന്ത് കാര്യത്തിലും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അന്നാണ് നമുക്ക് ബുദ്ധി വെക്കത്തുള്ളൂ, നമുക്ക് ബ്രെയിൻ വർക്കാതെ. നമ്മൾ തിരിച്ചറിയില്ല, മനുഷ്യരുടെ പ്രത്യേകതയാണ്. മനുഷ്യർ ഇങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയില്ല. മനുഷ്യരെപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും, അത് ചിലപ്പോൾ വാക്കുകളുകൊണ്ടാവാം, പ്രവൃത്തികളുകൊണ്ടാവാം, ഇതുപോലെ ഇനി ബോംബിട്ടിട്ടോ വെടിവെച്ചിട്ടോ ഏത് രീതിയിലാണെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കണം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. എല്ലാ മനുഷ്യരും അല്ല കേട്ടോ, ചില ആൾക്കാർ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇവിടെ ആർക്കും ഇവിടെ ലാഭം ഉണ്ടായിട്ടില്ല, പകരം നഷ്ടം മാത്രമാണ്. തീവ്രവാദികളുടെ മുഖചിത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 ലക്ഷമാണ് പാരിതോഷികം പറഞ്ഞിട്ടുള്ളത്. ഇവരെ ഇതുവരെ പൊക്കിയിട്ടില്ല. കാരണം ഇവർ നല്ല എവിടെയോ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ ആരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവർ ആരെ നമുക്ക് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് ഇവരെ അതേ കാലം ഇവർ നിൽക്കില്ല. വേറെക്കാർ ഒരാൾക്കും അതേ കാലം ഒരു നമുക്ക് സേഫായിട്ട് നിൽക്കാനൊന്നും കഴിയുന്ന കാര്യമല്ല. പൊക്കും, എന്തെങ്കിലും സംഭവിക്കും വേറെക്കാർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പിന്നെ ഉണ്ടാവുക? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആർക്കും ലാഭമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒച്ച ലാഭം ഈ ചെയ്ത ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നില്ല, പാകിസ്ഥാനും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇതാ ഈ കാര്യത്തിലാണ്. എന്ത് കാര്യം നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ദോഷം ഒരാൾക്ക് ചെയ്താൽ അത് നമുക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഗൈസ്, ഈ വീഡിയോ വളരെ ഷോർട്ടാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. തീവ്രവാദികൾ പല രീതിയിൽ നമ്മളടുത്തോട്ട് വരും. നമ്മളടുത്തോട്ട് വരുന്നല്ല എന്തോ ചെയ്യാം, പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക, പ്രതിരോധിക്കുക. ഓക്കെ, ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് മലയും കയറാം. ഓക്കെ, ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിന് ശക്തിയായിട്ട് നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഒറ്റ മനുഷ്യരാണ്, ഇന്ത്യക്കാരാണ്. ഓക്കെ, ജയ് ഹിന്ദ്, ബൈ.